Okay, good morning. ഇന്ന് പഠിക്കുന്നത് കുറച്ച് വീണ്ടും മൂവീസ് റിലേറ്റഡ് ആയിട്ട് വൊക്കാബുലറി ആണ്. സോ ഫസ്റ്റ് വേർഡ് മൾട്ടിപ്ലെക്സ്. നെക്സ്റ്റ് ഇവിടെ തന്നെ മീനിങ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് അറിയുന്ന വേർഡ്സ് ആയതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. അറിയാത്ത വേർഡ്സ് ഒരു ഇച്ചിരി ഡിഫിക്കൽട്ട് ആണെങ്കിൽ അത് ഗ്രീൻ കളർ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വേർഡ്സ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. മൾട്ടിപ്ലെക്സ്, പ്രീമിയം. So this is the example. If you have ever been invited to film premiere, then you have had an amazing experience. So adjective amazing experience film premiere. Next word is to book the seats, which means to reserve tickets. To give thumbs up. To give thumbs up. റൈറ്റ് പോസിറ്റീവ് റിവ്യൂസ്. ഒരു പോസിറ്റീവ് റിവ്യൂസ് എഴുതുന്നതിനാണ് ടു ഗിവ് ഇറ്റ് തംസ് അപ്പ് എന്ന് പറയുന്നത്. ടു പാൻ സംതിങ്. പാൻ ചെയ്യുന്നത് എന്തിനാ പാൻ യൂസ് ചെയ്യുന്നത്? സോസ് പാൻ. പാൻ എന്ന് വെച്ചാൽ വറുക്കാനല്ലേ, അതായത് നോൺ സ്റ്റിക് പാൻ ഒക്കെ ഇല്ലേ. ടു പാൻ സംതിങ് മീൻസ് ടു സിവിയർലി ക്രിറ്റിസൈസ് സംതിങ്. നൗ കാസ്റ്റ്. കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആക്ടേഴ്സ് ഒരു ഫിലിമിലുള്ള എല്ലാ ആക്ടേഴ്സിൻ്റെ ആ ഒരു ഇതിനെ പറയുന്നതാണ് കാസ്റ്റ്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എ ഫിലിം പ്രീമിയർ ഓഫർ ഇൻക്ലൂഡ്സ് മെമ്പേഴ്സ് ഓഫ് ദ കാസ്റ്റ് അപ്പിയറിംഗ് ടു സൈൻ ഓട്ടോഗ്രാഫ്സ് ആൻഡ് ഹാവ് ദിയർ ഫോട്ടോസ് ടേക്കൺ ഫോർ ദ ഡെയിലി പേപ്പേഴ്സ്. ഫിലിം പ്രീമിയർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഷോ. കാസ്റ്റ് അപ്പിയറിംഗ് എന്ന് വെച്ചാൽ എല്ലാ ആക്ടേഴ്സും. ടു ടേക്ക് യുവർ സീറ്റ്സ്, ടു ഫൈൻഡ് യുവർ row and number and sit down. You have to search for the row and number to take your seats. It's a general release. Released in all cinemas, all multiplex. Usher. 1 second. Pronunciation. Usher. Usher. Sha varilla. Usher. Usher. See, learn to pronunciation under pronounce. Usher. Usher. Okay. Sha varatilla. Sha. Usher. An official employee of the cinema who checks your tickets. Okay. Ticket check in all. Usher. Director. Sequel കേട്ടിട്ടുണ്ടാവും. പ്രീക്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം അല്ലെങ്കിൽ ഒരു ബുക്ക്. ഇപ്പം സിൻഡ്രല്ലയുടെ കേസ് തന്നെ പറഞ്ഞാൽ സിൻഡ്രല്ല സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു അല്ലേ. So അതൊരു പ്രീക്വൽ. എ ഫിലിം, ബുക്ക് ഓർ പ്ലേ അബൌട്ട് ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻ ബിഫോർ ദോസ് ഓഫ് എ പ്രീവിയസ് പോപ്പുലർ ഫിലിം. ആ പോപ്പുലർ ഫിലിമിന് മുമ്പായിട്ട് വന്ന ബുക്കോ പ്ലേയോ എന്തെങ്കിലും. നൗ ബോക്സ് ഓഫീസ് ഹിറ്റ്സ്. എപ്പോഴും നമുക്ക് അൺഫെമിലിയർ ആയ വേർഡ്സ് വേണം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ. ബോക്സ് ഓഫീസ് ഹിറ്റ്. ക്യാമിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ടായിട്ട് ബ്രീഫ് അപ്പിയറൻസ് ഓഫ് എ ഫേമസ് ആക്ടർ. ക്യാമിയോ വളരെ ഷോർട്ടായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമല്ലോ. ക്യാമിയോ വളരെ ഷോർട്ട് അപ്പിയറൻസ്, ഷോർട്ട് ടൈമിലേക്ക്, ബട്ട് ബ്രീഫ് ക്യാരക്ടർ മീൻസ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. നൗ എങ്ങനെയാണ് ഹൗ ക്യാൻ ബി ഡിസ്ക്രൈബ് മൂവീസ്? ഓക്കെ, okay, I hope you can see now. Absorbing. Okay, first word absorbing. That movie was so absorbing. Action packed. Rather than saying action movies nu parayilla, action packed movie. James Bond movies, captivating. That movie is captivating or something. Controversial. ഏതാണ് controversial movies? അതിനെക്കുറിച്ച് ഒരു ലോട്ട് ഓഫ് ഡിസ്കഷൻസ്, ഡിസഗ്രിമെൻറ്റ്, ഡർട്ടി പിക്ചർ. സോ യു ക്യാൻ തിങ്ക് ഓഫ് എനി എക്സാമ്പിൾ. കൺവല്യൂട്ടഡ് മീൻസ് ഓവർ കോംപ്ലിക്കേറ്റഡ്. സംടൈംസ് വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് ആ ആക്ടറിനോ ആക്ട്രസിനോ ആയിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കൺവല്യൂട്ടഡ്, ഓവർ കോംപ്ലിക്കേറ്റഡ്. ആക്ട്രസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഓവർ റേറ്റഡ് എന്ന് പറയും. കൺവല്യൂട്ടഡ് അല്ലെങ്കിൽ ഓവർ കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ സസ്പെൻസ് അല്ലെങ്കിൽ ത്രില്ലർ വളരെ കോംപ്ലിക്കേറ്റഡ് പ്ലോട്ട് ആയിരിക്കും. ഓക്കെ,
Next word, dreary. This is the pronunciation for convoluted. Convoluted. Okay, next word, dreary, 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 dreary. Okay. So dreary എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഡ്രീറി ലിറ്റിൽ ടൗൺ, അതർവൈസ് അല്ലെങ്കിൽ ഡ്രീറി മൂവി, ഡ്രീറി ഫിലിം. നെക്സ്റ്റ് വേർഡ് ഈസ് ഗ്രിപ്പിംഗ്. ഇറ്റ് മീൻസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ് മീൻസ് സോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അട്രാക്റ്റീവ്, അബ്സോർബിങ് എന്നുള്ള വേർഡ്സ് ഒക്കെ സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, ബുക്സ്, മ്യൂസിക്, അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ്, ന്യൂസ്, എന്തെങ്കിലും ആ ഒരു മേഖലയിൽ എന്ത് വേണമെങ്കിലും പറയാം. സോ ഐ ഫൗണ്ട് ദാറ്റ് ബുക്ക് സോ ഗ്രിപ്പിംഗ്. സി ഐൽസിനോ അതുപോലത്തെ കാര്യങ്ങൾക്ക് പഠിക്കുമ്പോൾ എപ്പോഴും അത് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആയിട്ട് കാണാതെ സിംഗിൾ ടോപ്പിക്സ് ആയിട്ട് കാണാം. ഓക്കെ ഓക്കെ ഐ ഫൗണ്ട് ദ ബുക്ക് സോ ഗ്രിപ്പിംഗ് ദാറ്റ് ഐ കുഡിൻറ്റ് പുട്ട് ഇറ്റ് ഡൗൺ. സോ അതർ ദാൻ ഹൗ ഗ്രിപ്പിംഗ്, നമുക്ക് പെണ്ണൊക്കെ ഗ്രിപ്പ് ചെയ്യുമല്ലേ, അല്ലെ ഗ്രിപ്പിംഗ്, ആ ഗ്രിപ്പ് പിടിച്ച് നിൽക്കാനുള്ളത്. അത്രയും നേരം നമ്മൾ ലോങ് ആയിട്ട് ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടേയിരിക്കും. ഗ്രിപ്പിംഗ്. ഓക്കെ, അബ്സോർബിങ്, അതിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. സോ എൻക്രോസിങ് അതുപോലെ തന്നെ ഒരു മീനിങ് ആണ്. കമ്പല്ലിങ് സ്റ്റോറി. നീ വളരെ ഫണി ആണെങ്കിൽ ഹിലാരിയസ്. ദിസ് ആ പ്രൊനൗൺസിയേഷൻ നോക്കാം. intriguing, ഇൻട്രീഗിൻ, GIN പോലെ വരും. ഓക്കെ, intriguing, ഇൻട്രീഗിൻ. സോ ഇൻട്രീഗിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്യൂരിയോസിറ്റി ഉളവാക്കുന്നത്. സോ സോ ദിസ് ഇൻട്രീഗിങ് ബുക്സ് ഈസ് ബോത്ത് തോട്ട്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ്. ഓക്കെ, book is thoughtful and informative. Now comes moving. Moving എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ഇമോഷൻസ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ്, ഓവർ-റേറ്റഡ്. സി ഓവർ-റേറ്റഡ് ഓർ ഓവർ വാല്യൂഡ്, ഒരാൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്. സോ പലപ്പോഴും മലയാളം മൂവീസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ ആക്ടറിന് ബേസ്ഡ്, സ്റ്റോറി ബേസ്ഡിനേക്കാളും ഓവർ റേറ്റഡ് ആണ് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ നെക്സ്റ്റ് ഇത് നമുക്ക് ഈ വേർഡ്സ് നെഗറ്റീവ് വേർഡ്സ് ആണ്. ഓക്കെ, ഓവർ റേറ്റഡ്. ഓക്കെ, ഓവർ റേറ്റഡ് എന്ന് വെച്ചാൽ നെഗറ്റീവ് വേർഡാണ്. അതുപോലെ തന്നെ പ്രെഡിക്റ്റബിൾ. സി നമ്മുടെ മൂവീസ് പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, റിവിറ്റിംഗ്. സോ റിവിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് മീനിങ് തന്നെയാണ്. സോ ഇറ്റ് ഹാസ് എ പോസിറ്റീവ് മീനിങ്. റിവിറ്റിംഗ്, ഇൻട്രിഗിൻ എന്ന് പറഞ്ഞ പോലെ, ഇവിടെ ഇൻട്രിഗിൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെയും വരുന്നത് റിവിറ്റിംഗ്, ടിൻ എന്നാണ് വരുന്നത്. കീപ്സ് യു ഗ്ലൂ ടു ദ സ്ക്രീൻ. സോ ഇൻ കേസ് ഇഫ് യു ഡോണ്ട് നോ ദിസ് മീനിങ്, riveting. The performance was riveting. And then comes the second rate. This chiri second rate movie, അത്ര കൊള്ളില്ലാത്ത മൂവി. And the pronunciation ആദ്യം കേൾക്കാം. So this is the pronunciation for riveting. Riveting, riveting, Okay. riveting, Pronunciation പഠിക്കുന്നെങ്കിൽ അറിയോ മിക്കവാറും അറിയേണ്ടതാണ്. സി സ്ലോ മോഷനിൽ നമുക്ക് പഠിക്കാം. dreary, സോ ഇൻ കേസ് യു ഡോണ്ട് നോ, ഓക്കെ, അറിയേണ്ടതാണ്. mediocre, mediocre, സോ എപ്പോഴും സ്ലോ ആയിട്ട് പഠിക്കാനായിട്ട് അറിയത്തില്ലെങ്കിൽ, ഓക്കെ, മീഡിയോക്ക, ഓക്ക, mediocre, ഓക്ക, ഓക്കെ എന്നും വരത്തില്ല, ഓക്ക, മീഡിയോക്ക, mediocre, മിഡി ഓക്ക. ഇവിടെയാണ് ഒരു ഡൗട്ട് വരുന്നത്. ഓക്ക, mediocre, ഓക്കാനം വരുന്നുള്ളത് പറ്റും, മീഡിയോക്ക. mediocre, സോ അതെന്ന് വെച്ചാൽ അവറേജ്, അത്ര നല്ല അൺഎക്സൈറ്റിംഗ് ആണ് എന്നാണ് സെക്കൻഡ് റേറ്റ് മൂവീസ് എന്ന് പറയുന്നത്. നോട്ട് വെരി ഗുഡ്. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് സെൻറ്റൻസ് വൈസ്. മീഡിയോക്കയുടെ. ഓക്കെ, ദ ഫിലിംസ് പ്ലോട്ട് ഈസ് പ്രെഡിക്റ്റബിൾ ആൻഡ് ആക്ടിങ് ഈസ് മീഡിയോക്ക. സോ ഇഷ്ടമായില്ലെങ്കിൽ, ആ സിനിമ ഇഷ്ടമായില്ലെങ്കിൽ വി ക്യാൻ സേ ദീസ് വേർഡ്സ്. ഇറ്റ്സ് ഇതെന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് റേറ്റ് ആണ്, അല്ലേ, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. The film's plot is predictable and the acting is mediocre. And parents, next word is, parents don't want their children going to mediocre
schools. Now, next word is okay. The striker has been dropped after a mediocre performance. Okay, dropped after a mediocre performance. So mediocre schools, mediocre acting, എവിടെയും average ആയ ഒരു പെർഫോമൻസിനെയാണ് mediocre എന്ന് പറഞ്ഞത്. Now it's slow moving. Sometimes movies are so slow moving. Opposite in the fast paced. Okay, developing very slowly. Okay, ചിലപ്പോൾ ബോറടിക്കും. Spine tingling, spine tingling. Okay, interesting ആണ്. ടിംഗ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിക്കിളിപ്പെടുത്തല്ലേ. സോ നമ്മുടെ പുറകിൽ വന്നിട്ട് പെട്ടെന്ന് ഒരാൾ കിക്കിളിപ്പെടുത്തുമ്പോൾ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ പെട്ടെന്ന് പേടിച്ചു എന്ന് വിചാരിക്കാം. സോ ആ ഒരു മീനിങ്. എൻജോയബിളി ഫ്രൈറ്റനിങ്. സ്പൈൻ ടിംഗ്ലിംഗ് സസ്പെൻസ്, സ്പൈൻ ടിംഗ്ലിംഗ് പെർഫോമൻസ്. സ്പൈൻ ടിംഗ്ലിംഗ് സസ്പെൻസ് ആൻഡ് സ്പൈൻ ടിംഗ്ലിംഗ് പെർഫോമൻസ്. സോ ഓക്കെ, ഇത് കുറച്ചൊന്ന് കട്ടായി പോയിട്ടുണ്ട്. വാച്ചിങ് ബോൾട്ട് വിൻ ദ ഒളിമ്പിക് 100 meters വാസ് വൺ ഓഫ് ദ മോസ്റ്റ് സ്പൈൻ ടിംഗ്ലിംഗ് മൊമെന്റ്സ്. ബോൾട്ട് 100 meter ഓടിയതാണ് ഏറ്റവും മോസ്റ്റ് സ്പൈൻ ടിംഗ്ലിംഗ് മൊമെന്റ് ആയി കണക്കാക്കുന്നത്. നെക്സ്റ്റ് വേർഡ് ഈസ് സ്പൂക്കി. ഈ സ്കൂബിഡുവിൻ്റെ ഒരു സീരീസ് ഒക്കെ ഉണ്ട്, സ്കൂബിഡു. നമുക്കറിയാലോ സ്കൂബിഡു എന്താന്ന്, കാർട്ടൂൺ. ഓക്കെ, സ്പൂക്കി ഐലൻഡിൽ ഒരു വിസിറ്റ് നടത്തുന്നുണ്ട് ഒരു ഏതോ ഒരു സീരീസിൽ. ഓക്കെ, സ്പൂക്കി എന്ന് വെച്ചാൽ പേടിപ്പിക്കുന്ന, ഫ്രണ്ട്ലി ആൻഡ് ഫ്രൈറ്റനിങ് ആൻഡ് ഗോസ്റ്റ്ലി. ഓക്കെ, സ്പൂക്കി ഐലൻഡ്, സ്പൂക്കി പ്ലേസ്. ഓക്കെ, നമുക്ക് ആ സ്കൂബിഡോ ഓർത്താൽ മതി. ഇറ്റ് വാസ് എ സ്പൂക്കി കോയിൻസിഡൻസ്. ഓക്കെ, the whole place has a slightly spooky atmosphere. So slightly spooky atmosphere and it has a spooky coincidence. Now comes thought provoking. Okay, comes thought provoking, stimulating you to think about something. It makes you think. ചിന്തിപ്പിക്കുന്നതിനെയാണ് പറഞ്ഞത് thought provoking. Now next movie is thrilling, action packed. ഇപ്പോഴും ആക്ഷൻ മൂവീസിനേക്കാൾ ആക്ഷൻ പാക്ഡ് മൂവീസ്. ഓക്കെ, underrated, അത്ര നല്ലതല്ല, underrated. Now uplifting movies. Okay, which makes you feel happy and cheerful. Okay, which makes you feel happy and cheerful. So for me it was a marvelously uplifting performance. Okay, you can read this. Okay, for me it was a marvelously, see adjective ഒക്കെ നോക്ക്, uplifting performance, a charming and uplifting love story. Okay, charming words which are adjective. Charming, uplifting, marvelously. Okay, I like film to be uplifting. Now it's a good word, cliffhanger. Cliffhanger എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ക്ലിഫ് ഹാങ്ങർ എന്ന് വെച്ചാൽ വളരെ എക്സൈറ്റിംഗ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു വളരെ എക്സൈറ്റിംഗ് ക്ലിഫ് ഹാങ്ങർ. ചില സമയത്ത് ഇത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു വേർഡിനുണ്ടോ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. വളരെ എക്സൈറ്റിംഗ് എന്നൊരു വേർഡാണ്. നമുക്ക് ഓർത്ത് വെക്കാൻ എപ്പോഴും നമ്മുടെ ഇമേജസ് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദിസ് ഈസ് ദ മീനിങ് ക്ലിഫ് ഹാങ്ങിങ്, റിയലി ക്ലിഫ് ഹാങ്ങർ. സി റിയലി എക്സൈറ്റിംഗ്. എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ആ ഫസ്റ്റ് ടൈം ചെക്ക് ചെയ്യുവാണ്. സോ ദിസ് ഈസ് നോൺ ആസ് ക്ലിഫ് ഹാങ്ങിങ് എക്സ്പീരിയൻസ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. എപ്പോഴും നമ്മൾ ഇമേജസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. സോ അതുപോലെ തന്നെ ബാക്കിയുള്ളതും കിട്ടുന്നതായിരിക്കും. സിനോണിംസ് ആണ്, സെയിം മീനിങ് ആണ്. എക്സൈറ്റിംഗ് എന്ന് വെച്ചാൽ ഹെയർ റൈസർ കിട്ടും. ഓക്കെ, വൺസ് ലെറ്റ് മീ ചെക്ക്. ഓക്കെ, സോ ഡയറക്റ്റായിട്ട് ഹെയർ റൈസർ കിട്ടുന്നില്ല. സോ ഓക്കെ, യു ക്യാൻ ഈവൻ തിങ്ക് ഇതുണ്ടായി ഹെയർ റൈസ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. സോ ദിസ് ഈസ് നോൺ ആസ് ഹെയർ റൈസിങ്, വിച്ച് മീൻസ്
സി ഇതിൻ്റെ ഒരു റൈഡിൻ്റെ പേര് തന്നെ ഹെയർ റേസറാണ്. നമുക്കതൊന്നും ഇങ്ങനെ ഒരു ഇത് മനസ്സിലാവണമെന്നില്ല. സോ ഈ റോളർ കോസ്റ്ററൊക്കെ അതിൻ്റെ പേര് തന്നെ ഹെയർ റേസർ. ഇവിടെയൊക്കെ വിസിബിൾ ആണ് ആ പേര്, ഹെയർ റേസർ ഓഷ്യൻ പാർക്ക്. ഓക്കെ, ഇതാണ് കുറച്ചും കൂടെ എക്സാമ്പിൾ ആയിട്ട് ഹെയർ റേസ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. സോ വിച്ച് മീൻസ് എക്സൈറ്റിംഗ്. നെയിൽ ബൈറ്റർ, സസ്പെൻസ്, ത്രില്ലർ. സോ ക്ലിഫ് ഹാങ്ങറിൻ്റെ സിനോണിംസ് ആണിത്. വളരെ എക്സൈറ്റിംഗ്. സോ യു ക്യാൻ സി, നമ്മൾ പിക്ചർ കണ്ട് പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാൻ പറ്റും. സോ ക്ലിഫ് ഹാങ്ങർ, ഹെയർ റേസർ. ഓക്കെ, ഇനി ക്ലിഫ് ഹാങ്ങേഴ്സിനെ കുറിച്ച് ദിസ് ഇസ് ദ മീനിങ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു സീരിയൽ എപ്പോഴും അവസാന ക്ലൈമാക്സ് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നാളെ കൂടെ കാണും എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത് അല്ലെ. നാളെ ഇതേ സമയത്ത് ആ ഒരു അവിടെ പോയിരിക്കണം, മീൻസ് അത് കണ്ടിരിക്കണം. ആ ഒരു സസ്പെൻസ് വരുന്നതിനാണ് ക്ലിഫ് ഹാങ്ങർ എന്നൊക്കെ എസ്പെഷ്യലി പറയുന്നത്. The book ended on a cliffhanger. So the serial ended on a cliffhanger. The 1969 film ends with a real cliffhanger. Incredible, the series ends on a cliffhanger. Now next word is harrowing. Harrowing എന്ന് പറഞ്ഞാൽ വളരെ അപ്സെറ്റിംഗ് മൂവീസ് ഒക്കെ ഉണ്ടാവില്ല, വളരെ അപ്സെറ്റിംഗ്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല, വളരെ അപ്സെറ്റിംഗ് ആയ ക്ലൈമാക്സും കാര്യങ്ങളും. സോ ഹാരോയിങ് സ്റ്റോറി ഇവിടെ this is the example. One second. For many women, the harrowing prospects of giving evidence in it. Meaning ഇതാണ്, ഒത്തിരി വുമണിനെ സംബന്ധിച്ച് ഈ ഹാരോവിങ് പ്രോസ്പെക്റ്റ് ആണ്. ഇപ്പോൾ അവർക്കൊരു റേപ്പ് ഉണ്ടായിട്ട് അവരോട് റേപ്പിന്റെ എവിഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഹാരോവിങ് പ്രോസ്പെക്ട്സ് ആണ്. അവർക്ക് അത് താങ്ങാൻ പോലും പറ്റത്തില്ല. സോ ആ ഒരു പറയുന്ന ആ ദുഃഖം താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥേനാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരാൾ പെട്ടെന്ന് മരിക്കുക, നമുക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയി മരിച്ചു, നമുക്ക് താങ്ങാൻ പറ്റില്ല. ഇറ്റ്സ് എ ഹാരോവിങ് മൊമെന്റ്. ഓക്കെ, ഫോർ മെനി വുമൺ, ഓക്കെ സ്പീഡ് കൂടുതലാണ് തോന്നുന്നു. ഫോർ മെനി വുമൺ ദ ഹാരോവിങ് പ്രോസ്പെക്ട് ഓഫ് ഗിവിംഗ് എവിഡൻസ് ഇൻ എ റേപ്പ് കേസ് ക്യാൻ ബി ടു മച്ച് ടു ബിയർ. ഓക്കെ, ഒത്തിരി പേർക്ക് അത് സഹിക്കാൻ പറ്റില്ല, ഹാരോവിങ്. സോ അതർ എക്സാമ്പിൾസ് ആർ, യു ഹാവ് ഹാഡ് a harrowing time this past month. വളരെ ഹാരോവിങ് ടൈം ഉണ്ടായിരുന്നു, മീൻസ് വളരെ മോശപ്പെട്ട സമയം, ഹാരോവിങ് ടൈം. His books tells the harrowing story of how they climbed Mount Everest. How they climbed Mount Everest. So ഈ ഹാരോവിങ്ങിനുള്ള സിനോണിംസ്, സിമിലർ മീനിങ്സ് വരുന്നതാണ്. എ ലോങ് ആൻഡ് അഗനൈസിങ് ബാറ്റിൽ വിത്ത് ക്യാൻസർ. ഓക്കെ, ക്യാൻസറുമായിട്ടുള്ള യുദ്ധ പോരാട്ടം ഇല്ലേ, മീൻസ് വളരെ വിഷമത്തിലുള്ളതാണ്. എ ലോങ് ആൻഡ് അഗനൈസിങ് ബാറ്റിൽ വിത്ത് ക്യാൻസർ. ഷി മെയ്ഡ് ദ അഗനൈസിങ് ഡിസിഷൻ ടു ക്യാൻസൽ ദ ട്രിപ്പ്. ഈവൻ സെവറൽ വേർഡ്സ് അത് അഗനൈസിങ്, താങ്ങാൻ പറ്റാത്ത വിഷമം. സി, ഈ ടേമർ എന്നൊരു വേർഡ്, ഓക്കെ ടേമർ എന്നൊരു വേർഡ് ആക്ച്വലി ഞാൻ ഒരു സ്ഥലത്തേ കണ്ടുള്ളൂ, ഡയറക്റ്റ് ഡിക്ഷണറിയിൽ കണ്ടില്ല. ഗുഡ് സ്റ്റോറി ലൈൻ ആൻഡ് എ ബിറ്റ് ഓഫ് ഹ്യൂമർ. ഇപ്പം ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന മൂവിയാണ് ടേമർ. അങ്ങനെയാണെങ്കിൽ സ്റ്റോറി ലൈൻ, നല്ല സ്റ്റോറി ലൈനും വേണം, ബിറ്റ് ഓഫ് ഹ്യൂമർ. മലയാള മൂവീസിനെ കുറിച്ച് പൊതുവെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, ബിറ്റ് ഓഫ് ഹ്യൂമർ ആൻഡ് എ ഗുഡ് സ്റ്റോറി ലൈൻ. സോ നെക്സ്റ്റ് വേർഡാണ്, ഇത് കാണിച്ചു തരാം. Squeamish. സ്ക്വീമിഷ്, WI കണ്ടോ, ആ ഒരു പ്രൊനൗൺസിയേഷൻ നോക്കണം. സ്ക്വീമിഷ്. ഓക്കെ, സ്ക്വീമിഷ്. സ്ക്വീമിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്സെറ്റ് ആവുന്ന, ഓക്കെ അതൊരു വിഷമമാണ്. അപ്സെറ്റ്, ഷോക്ക്, ഈസിലി അപ്സെറ്റ് ഓർ ഷോക്ക്ഡ് ബൈ തിങ്സ് ദാറ്റ് യു ഫൈൻഡ് അൺപ്ലസന്റ് ഓർ ദാറ്റ് യു ഡു നോട്ട് അപ്രൂവ്. അൺപ്ലസന്റ് ആയിട്ട് അല്ലെങ്കിൽ അപ്രൂവ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അൺപ്ലസന്റ്. Squeamish. Okay, she is really, this is the example, she is really squeamish and can't stand the sight of blood. She is really squeamish, okay, and can't stand, ishtalla, dislike എന്ന് പറയുന്ന രീതിയുണ്ട്, and can't stand the sight of blood. Many cooks are squeamish about putting the shellfish into boiling water. ഷെൽഫിഷിനെ ഡയറക്റ്റ്ലി ബോയിലിംഗ് പാർട്ടിലേക്ക് ഇടാൻ പറയുമ്പോൾ പല കുക്സിനും അത് പറ്റുന്നില്ല. ഓക്കെ,
സോ ദിസ് ആർ ദ ഡിഫറെൻറ്റ് ജോൺറ എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് മൂവീസ് ആണ്. ഓക്കെ, ഇതിൻ്റെ പേര് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇൻ കേസ് ഇഫ് യു ഡോണ്ട് നോ അത് അതിൻ്റെ മീനിങ് ചെക്ക് ചെയ്യാം. ഹൊറർ, റോം കോംസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് കോമഡീസിൻ്റെ ഷോർട്ടാണ് റോം കോംസ്. സ്കൈഫൈ ഓർ സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ അതിന് വേറെ പേരുണ്ട് ഫ്യൂച്ചറിസ്റ്റിക് മൂവീസ്. ഓക്കെ, ത്രില്ലർ, കോമഡി, ബയോപിക്. ബയോപിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോഗ്രഫിക്കൽ മൂവിയാണ് എബൌട്ട് എ റിയൽ പേഴ്സൺ. അത് ലിവിങ് ആയിരിക്കാം, ഡെഡ് ആവാം. അതിൻ്റെ പേരാണ് ബയോപിക്. ബയോപിക്. ഓക്കെ, ഡോക്യുമെൻ്ററി, വെസ്റ്റേൺ, ആക്ഷൻ മൂവീസ്, മാർബൽ മൂവീസ്, പീരിയഡ് ഫിലിംസ്. പീരിയോഡിക് അല്ല, പീരിയഡ് ഫിലിംസ്. ഓരോ പ്രീവിയസ് സെഞ്ച്വറീസിനെ കാണുന്നത്. ഒത്തിരി ഡ്രാമാസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പല റിലീസ് മരക്കാർ. ഓക്കെ, ഫൈൻ. ഇതാണ് ആക്ച്വലി ഫ്രേസൽ വേർഡ്സ് ആണ്, ഫ്രേസസ് ആണ്. ഓക്കെ, നമ്മൾ പൊതുവെ ഇങ്ങനെ പറയാനാണ് സാധ്യത, ബട്ട് അത് വളരെ ചുരുക്കി പറയുന്ന രീതി. വാട്ട് ക്യാൻ ബി സീ ദർ എന്നുള്ള വാട്ട്സ് ഓൺ. വാട്ട് ഫിലിം ഇസ് ഓൺ ദ ലോക്കൽ സിനിമ ടു യുവർ ഹോം. What's showing at the local? What's showing at the local? When does it start? Okay, otherwise you can say what time does it start? How long is it running for? Okay, how many weeks? എത്ര നാളുണ്ടാവും? How long is it running for? Who is in it? Means Arakan actors. What's it about? ആ കഥ എന്താണ്? ഓക്കെ, നാം കുറച്ച് എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് ആയ കുറച്ച് അല്ലെങ്കിൽ മൂവീസ് റിലേറ്റഡ് ആയ ഇഡിയംസ് ആണ് ഇത്. ഓക്കെ, I hope you can see this. Okay, that show must go on. Okay, which means see നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല. ഇപ്പം നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചു, പക്ഷെ എന്ത് പറഞ്ഞ ഇപ്പം ഇത്രയും ഹാർഡ് വർക്ക് ഇപ്പം നമ്മൾ പറയുന്നില്ലേ, ഒരു എക്സാമിന് വേണ്ടി അവസാന മൂമെൻറ്റ് വരെ പഠിച്ചു, പക്ഷെ ലാസ്റ്റ് മൂമെൻറ്റ് നമുക്ക് എഴുതാൻ പറ്റുന്നില്ല. അതൊരു സിറ്റുവേഷൻ. എന്തൊക്കെ പറഞ്ഞാലും ദാറ്റ് എഴുതിയേ പറ്റൂ. ആ ഒരു തന്നെയാണ് പറഞ്ഞത്, ദ ഷോ മസ്റ്റ് ഗോ ഓൺ. സോ ഇതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അത് റിയൽ ലൈഫിലും നമുക്ക് പറയാം. I have got a terrible cold, but I have to go to work. The show must go on. എന്തൊക്കെ പറഞ്ഞാലും I need to go. The show must go on. Okay, that is the meaning. So ഇതൊരു നെക്സ്റ്റ് എക്സാമ്പിൾ ആണ്. Just read this. However, ഇതാണ് എൻ്റെ ഒരു ഒന്ന് വായിച്ചു നോക്കിക്കോ, because it's a long sentence. However, his boss told him to take some tablets and do it as it was very important. The show must go on. ഇതാണ് ബോസിൻ്റെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞത്. Whatever be the reason, just take some tablets and attend or conduct that seminar, because the show must go on. It's not because, it's an instruction. The show must go on. To run the show. Okay. Okay, one second. To run the show, or just read the sentence. Okay. See, ഒരു ഷോ നടത്തുക എന്നൊക്കെ പറഞ്ഞു, ഷോ ഓഫ് അല്ലെങ്കിൽ ഷോ നടത്തുക, അതിനെയാണ് ടു റൺ ദ ഷോ എന്ന് പറഞ്ഞത്. ഓക്കെ, ദിസ് ഈസ് ദ സെന്റൻസ്. Who does he think he is? He always want to run the show. He always want to run the show. Okay, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ എപ്പോഴും എന്നാ വിചാരം എന്നൊക്കെ പറയാം. Who does he think he is? He always want to run the show. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യത്തില്ല ആ ഒരു കാര്യം. To steal the show. സ്റ്റീൽ ദ ഷോയിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഫോട്ടോഗ്രാഫർ വധുവരന്മാരെക്കാൾ കൂടുതൽ എടുക്കുന്നത് ഓഡിയൻസിൻ്റെ എക്സ്പ്രഷനാണ് അല്ലേ.
അപ്പം ടു സ്റ്റീൽ ദ ഷോ, ആ വന്ന ഒറ്റ ഒരു പെങ്കൊച്ചായിരിക്കും ഈ ഷോ ആ മൊത്തം അടിച്ചുകൊണ്ട് പോകും. ഓക്കെ, ടു സ്റ്റീൽ ദ ഷോ. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് പറയാം ഒരു ബർത്ത്ഡേ പാർട്ടിയോ അവിടെ എവിടെയെങ്കിലും ഒരു എന്താ പറയുക, ഓക്കെ, ഒരു ചെറിയൊരു കൊച്ചിൻ്റെ ചിരി കളി, അതായിരിക്കും മോർ ഇമ്പോർട്ടൻസ് ദാൻ ദ മറ്റൊരു കാര്യത്തിനേക്കാളും. സോ ടു സ്റ്റീൽ ദ ഷോ. ഓക്കെ, ദിസ് ഈസ് ദ എക്സാമ്പിൾ. Sam was playing the part of one of the main characters. Okay. His voice and mannerism was very impressive. The audience loved him and he really stole the show. Okay. The audience loved him and he really stole the show. Steal the past വരുമ്പോൾ stole the show. Okay. To get the show on the road. Okay. ഓക്കെ, അടിച്ചു പൊളിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥ, അതന്നെ മലയാളത്തിൽ പറയണമെങ്കിൽ അങ്ങനെ പറയാം. സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ. Peter and Mary were planning a trip away with their 3 children. So once everything was ready, packed in the car and everyone seated, Mary said, "Right, let's get the show on the road." ഒത്തിരി ഷോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ഒത്തിരി മൂവീസും സീരീസും ഒക്കെ ഷോ ഓൺ ദ റോഡ്. ഓക്കെ, അടിച്ചു പൊളിക്കാം. ടു ഫേസ് ദ മ്യൂസിക്. സി, ഈ മ്യൂസിക്കിനെ ഫേസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും മ്യൂസിക് കേൾക്കാൻ ഇഷ്ടം. ഫേസ് ദ മ്യൂസിക് അത്രയൊരു സുഖമില്ല എന്നാണ്. ടു ഫേസ് ദ മ്യൂസിക്. ഇതിൻ്റെ ഇഡിയം ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ലെറ്റ് മീ, ഓക്കെ, ഇമേജസ് മാത്രമേ ഞാൻ നോക്കുന്നത്. ഓക്കെ, തൽക്കാലം ഇപ്പോൾ ഇതെടുക്കാം. ഇങ്ങനത്തെ ഒരു മ്യൂസിക് ചിലപ്പം എല്ലാവർക്കും അത്രയും ഇഷ്ടപ്പെടണമെന്ന് പറയില്ല. ഇതൊക്കെയാണ് ഫേസ് ദ മ്യൂസിക്. ഓക്കെ, എക്സാമ്പിൾ. സോ മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിലും മ്യൂസിക് ഫേസ് ചെയ്യാനായിട്ട് അത്രയും ഒരു സുഖമില്ല. ഓക്കെ, ദാറ്റ്സ് ദ മീനിങ്. ഓക്കെ, ടു അക്സെപ്റ്റ് ദ അൺപ്ലസന്റ് റിസൾട്ട്സ് ഓഫ് യുവർ ആക്ഷൻസ്. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ടെക്നിക്കൽ ടീം members broke some of the props and now has to face the music. ഇനി എല്ലാ കോൺസിക്വൻസും ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, അൺപ്ലസന്റ് റിസൾട്ട്, കോൺസിക്വൻസ് ഫേസ് ചെയ്യുക, അതിനെ തന്നെയാണ് പറയുന്നത് ടു ഫേസ് ദ മ്യൂസിക്. കൗണ്ട് സംബഡി ഔട്ട്. നോക്കാം. സോ കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനില്ല, ഞാൻ ഒഴിവായി എന്നൊക്കെ പറയുന്നതാണ് ടു കൗണ്ട് സംബഡി ഔട്ട്. ഓക്കെ, ഇതിനകത്തൊരു ഡയറക്റ്റ് ആയിട്ടൊരു പിക്ചറും ഇല്ല. ഓക്കെ, എനിവേ സെൻറ്റൻസ് വായിച്ചാൽ ഈസിയാണ്. ടു കീപ് സം വൺ ഔട്ട് ഓർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഒരാളെ പുറത്താക്കുക. ഓക്കെ, കൺസിഡർ ചെയ്യാതിരിക്കാം. ഓക്കെ, സ്ക്യൂബ ഡൈവിംഗ്. ഓ നോ, കൗണ്ട് മീ ഔട്ട്, ഐ ഹേറ്റ് ബീങ് അണ്ടർ വാട്ടർ. സ്ക്യൂബ ഡൈവിംഗ്, നോ, കൗണ്ട് മീ ഔട്ട്, എന്നെ ഇൻക്ലൂഡ് ചെയ്യണ്ട. സോ കൗണ്ട് മീ ഔട്ട്, സംബഡി. ഇതിനെ മീ ആക്കാം, യു ആക്കാം. കൗണ്ട് മീ ഔട്ട്, ഐ ഹേറ്റ് ബീങ് അണ്ടർ വാട്ടർ. If you are looking for people to help you clean the house today, count me out. ആർക്കും വേണമെങ്കിൽ പറയാം കൗണ്ട് മീ ഔട്ട്, എന്നെ ഇൻക്ലൂഡ് ചെയ്യണ്ട. ഓക്കെ, ട്രിപ്പ് പോകണമെങ്കിൽ ഒരാളുണ്ടാവും, എത്ര ട്രിപ്പ്, ഓഫീസ് ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിലും താല്പര്യമില്ലാത്തൊരു വ്യക്തി. കൗണ്ട് മീ ഔട്ട്, റൈറ്റ്. നൗ കുറച്ച് വേർഡ്സ്, ഇത് ഇത്രയും ഇഡിയംസ് ആയിരുന്നു. ഇനി വേർഡ്സ് ആണ്. സ്നഫ് മൂവി. സ്നഫ് മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇല്ലീഗലാണ്, ബ്ലാക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആക്ച്വൽ മർഡറോ അല്ലെങ്കിൽ ഡെത്ത് ഓഫ് എ പേഴ്സണെ തന്നെ അത് കാണിക്കുന്നതാണ് സ്നഫ് മൂവി. ഓക്കെ, ടെൻപോൾ മൂവി. ഇതെന്ന് വെച്ചാൽ ശരിക്കും ഒരു ബ്ലോക്ക് ബസ്റ്ററോ അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്ഷൻ, അത് ആ ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മൂവിയാണ്. ലാർജ് ബഡ്ജറ്റ് മൂവി. പക്ഷെ ഇപ്പോഴും ബിഗ് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് ദർ ഇസ് എ ടെൻപോൾ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻപോൾ മൂവീസും കൂടുതൽ ബ്ലോക്ക് ബസ്റ്റർ മൂവി 1 crore എന്താ 50 crore അങ്ങനത്തെ ആ മൂവീസൊക്കെ കൂടുതലാണ്. There is a 10-pole movie coming out nearly every weekend of the year. ഇപ്പം വന്നിട്ട് വീക്കെൻഡ് എല്ലാ ആഴ്ചയിലും 10-pole മൂവി ഇറങ്ങുന്നുണ്ട്. ടൈ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ
അതായത് ഇപ്പോൾ ഒരു മൂവി ആയിട്ട് തന്നെ റിലേറ്റഡ് ഒരു വീഡിയോ ഗെയിമോ അല്ലെങ്കിൽ സ്റ്റോറിയോ ഗെയിംസോ ഒക്കെ ഇറക്കുന്നതിനാണ് ടൈ എന്ന് പറയുന്നത്. ഓക്കെ, these video game tie-ins are usually pretty crappy, but this one's actually not bad. Usually pretty crappy, അത്ര നല്ലതല്ല, but this one is actually not bad. I'm writing a novel that acts as a tie-in to the film. I am writing a novel that acts as a tie-in to the film. Now, ബി മൂവി എന്ന് വെച്ചാൽ പണ്ട് 2 ടൈപ്പ് മൂവി പ്ലേ ചെയ്തു, നല്ലതും കുറച്ച് സ്റ്റാൻഡേർഡ് കുറവ്, ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ. അപ്പം ദിസ് ഈസ് ജസ്റ്റ് റീഡ് ദിസ്. സോ ദിസ് മൂവി ടെൻ ടു ബി ഷോൺ ബിഫോർ ദ മെയിൻ ഫീച്ചർ. മെയിൻ മൂവിയുടെ മുമ്പായിരിക്കും ഈ ബി മൂവീസ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പം ആ ബി മൂവീസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്തു. അതായത് ഇപ്പം ഇല്ല, പണ്ടുണ്ടായിരുന്ന 2 ടൈപ്പ് മൂവി കാണിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ തിയേറ്റർ മൾട്ടിപ്ലെക്സിലേക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ. നൗ കംസ് ബ്ലൂ മൂവി. Pornography film, dirty movie, adult film, skin flick, hard or soft core porn. So this is the end.